ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിൽ ആകെയുള്ള 114 സൂറത്തുകളിൽ 95-ാമത്തെ സൂറത്തും 30-ാം ജുസ്ഇൽ ആകെയുള്ള സൂറത്തുകളിൽ 18-ാമത്തെ സൂറത്തുമായ സൂറത്ത് തീനാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഈ സൂറത്ത് മക്കിയ ആണ്, അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോകുന്നതിന് മുമ്പ് അവതരിച്ച സൂറത്താണ്. എന്നാൽ മദനിയ ആണ് എന്നും ചില മുഫസ്സിരീങ്ങൾക്ക് അഭിപ്രായമുണ്ട്. അതായത് മദീനയിലേക്ക് ഹിജ്റ പോയതിനു ശേഷം അവതരിച്ച സൂറത്താണ് എന്നും ഒരു ന്യൂനപക്ഷം ഖുർആൻ വ്യാഖ്യാതാക്കൾക്ക് അഭിപ്രായമുണ്ട്. ഈ ഒരു സൂറത്തിൽ ആകെ 8 ആയത്തുകളാണുള്ളത്. 8 ആയത്തുകൾ മാത്രമുള്ള 5 സൂറത്തുകളാണ് പരിശുദ്ധ ഖുർആനിലുള്ളത്. ഈ സൂറത്തിന് പുറമെ സൂറത്ത് ഷർഹ്, സൂറത്തുൽ ബയ്യിന, സൂറത്തു സൽസല, സൂറത്തു തകാസുർ എന്നിവയാണ് അവ. ഈ സൂറത്തിൻ്റെ പേര് അത്തീൻ എന്നാണ്. അത്തീൻ എന്ന് പറഞ്ഞാൽ അത്തി എന്നാണ് അർത്ഥം. ഈ പദം ഈ സൂറത്തിൻ്റെ ആദ്യ ആയത്തിൽ തന്നെ വന്നിട്ടുണ്ട്. ഈ സൂറത്തിൻ്റെ ആയത്തുകൾ അവസാനിക്കുന്നത് നോക്കുകയാണെങ്കിൽ ആകെയുള്ള 8 ആയത്തുകളിൽ ഒരു ആയത്ത് മീം എന്നുള്ള അക്ഷരത്തിലും ബാക്കി 7 ആയത്തുകൾ നൂൻ എന്നുള്ള അക്ഷരത്തിലുമാണ് അവസാനിക്കുന്നത്. നമുക്ക് ഈ സൂറത്ത് ഇന്ന് പഠിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വത്തീനി വസ്സൈതൂൻ വതൂരി സീനീൻ വഹാസൽ ബലദിൽ അമീൻ ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം ثم رددناه أسفل سافلين إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون فما يكذبك بعد بالدين أليس الله بأحكم الحاكمين. ആദ്യ ആയത്ത് വത്തീനി വസ്സൈത്തൂൻ എന്നാണ്. വത്തീനി, തീൻ എന്ന് പറഞ്ഞാൽ അത്തി. അതിൻ്റെ തുടക്കത്തിൽ വാവുണ്ട്, ആ പദത്തിൻ്റെ അവസാനത്തിൽ കസ്ർ കിട്ടിയിട്ടുണ്ട്, ജർ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാവുമ്പോൾ ആ വാവിനെ സത്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന വാവ് എന്നാണ് പറയാം. അപ്പോൾ വത്തീനി എന്ന് പറയുമ്പോൾ അത്തി തന്നെയാണ് സത്യം. ഇതുപോലെയുള്ള സത്യം ചെയ്യുന്ന വാവുകൾ ഈ ഒരു 30-ാം ജുസ്ഇൽ പലയിടത്തും വന്നിട്ടുണ്ട്. വൽ ഖമരി, ചന്ദ്രൻ തന്നെയാണ് സത്യം. വശംസി, സൂര്യൻ തന്നെയാണ് സത്യം. വൽ ഫജ്രി, പ്രഭാതം തന്നെയാണ് സത്യം. അങ്ങനെ പലയിടത്തും വന്നിട്ടുണ്ട്. അത് സത്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന വാവാണെന്ന് തിരിച്ചറിയാൻ ആ ഒരു തുടക്കത്തിലുള്ള വാവിന് ശേഷം വരുന്ന പദത്തിന് അതിന് ജറ് കിട്ടിയിട്ടുണ്ടോ നോക്കിയാൽ മതി. അങ്ങനെയാണ് നമ്മളത് സത്യം ചെയ്യാനുള്ള വാവാണെന്ന് തിരിച്ചറിയാം. അപ്പോൾ ഇവിടെ വത്തീനി അവസാനത്തിൽ കസറാണല്ലോ, ജറാണ്. അതുകൊണ്ട് അത്തി തന്നെയാണ് സത്യം. വസ്സൈത്തൂനി, സൈത്തൂൻ എന്ന് പറഞ്ഞാൽ ഒലീവ്. വസ്സൈത്തൂനി എന്ന് പറയുമ്പോൾ ഒലീവും തന്നെയാണ് സത്യം. ശരിക്ക് ആ വാവ് അത്തിഫിൻ്റെ വാവായിട്ട് പരിഗണിക്കാം. പക്ഷേ അവസാനത്തിൽ കസർ കിട്ടിയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ വസ്സൈത്തൂനി എന്ന് പറഞ്ഞാൽ ഒലീവ് തന്നെയാണ് സത്യമെന്ന് പറയാമെങ്കിലും തുടക്കത്തിൽ ഒരു കാര്യം പറഞ്ഞ് പിന്നീട് വാവ് വന്നതുകൊണ്ട് അത് അത്തിഫിൻ്റെ, അതായത് കൂട്ടിയോജിപ്പിക്കുന്ന വാവായിട്ട്, ആൻഡ് എന്നുള്ള രൂപത്തിലുള്ള വാവായിട്ടാണ് പറയാം. അപ്പോൾ വസ്സൈത്തൂനി, ഒലീവും, അതായത് ഒലീവും തന്നെയാണ് സത്യം. അവസാനത്തിൽ കസറുള്ളതുകൊണ്ട് ഇതും ആ ഒരു ആദ്യം പറഞ്ഞ സത്യത്തിലേക്ക് ചേർത്തുകൊണ്ട് മനസ്സിലാക്കണം. അപ്പോൾ വത്തീനി വസ്സൈത്തൂൻ, അത്തിയും ഒലീവും തന്നെയാണ് സത്യം. രണ്ടിനെയും വെച്ച് സത്യം ചെയ്യാണ്. ഈ അത്തിയും ഒലീവും എന്താണെന്ന് ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് വിദേശ നാടുകളിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ അത്തിയും അത്തിപ്പഴം, ഒലീവ് ഇതൊക്കെ സാധാരണ കൊണ്ടുവരുന്നതാണ്. ഒലീവ് ഓയിലൊക്കെ എല്ലാവർക്കും പരിചയമുള്ളതായിരിക്കുമല്ലോ. തീൻ എന്നുള്ള പദം പരിശുദ്ധ ഖുർആനിൽ 1 പ്രാവശ്യവും സൈത്തൂൻ എന്നുള്ള പദം പരിശുദ്ധ ഖുർആനിൽ 7 പ്രാവശ്യവുമാണ് വന്നിട്ടുള്ളത്. ശരി, അപ്പോൾ അത്തിയും ഒലീവും തന്നെയാണ് സത്യം. വ തൂരി സീനീൻ, തൂർ എന്ന് പറഞ്ഞാൽ സാധാരണ അറബിയിൽ പർവ്വതത്തിനാണ് സൂചിപ്പിക്കുക. മരങ്ങളൊക്കെ വളരുന്ന തരത്തിലുള്ള പർവ്വതത്തിനെയാണ് സാധാരണഗതിയിൽ തൂർ എന്ന് പറയാം. പക്ഷെ അങ്ങനെ അല്ലാത്തതിനും പറയും. തൂരി സീനീൻ, സീനീൻ പർവ്വതം. അപ്പോൾ വ തൂരി സീനീൻ, വാവ് അത്തിഫിൻ്റെ വാവ്, വ തൂരി സീനീൻ, സീനീൻ പർവ്വതവും എന്ന് പറഞ്ഞാൽ സീനീൻ പർവ്വതവും തന്നെയാണ് സത്യം. ഇവിടെ ആ സീനാ പർവ്വതത്തെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് പ്രവാചകത്വം ലഭിച്ച ആ ഒരു മലയുണ്ടല്ലോ, ആ ഒരു പർവ്വതം ഉണ്ടല്ലോ, അത്. അപ്പോൾ സീനാ പർവ്വതം തന്നെയാണ് സത്യം. വഹാസൽ ബലദിൽ അമീൻ, വാവ് അത്തിഫിൻ്റെ വാവാണ്. ഹാസൽ ബലദി, ഹാസ എന്ന് പറഞ്ഞാൽ
ഇത് അല്ലെങ്കിൽ ഈ എന്നൊക്കെയാണ് അർത്ഥം. ഹാസാ ബലദുൻ എന്ന് പറഞ്ഞാൽ ഇതൊരു നാടാകുന്നു, ഇതൊരു രാജ്യമാകുന്നു. എന്നാൽ ഹാസൽ ബലദി എന്ന് പറയുമ്പോൾ ഈ നാട്, ഹാസാ വലദുൻ ഇതൊരു ആൺകുട്ടിയാകുന്നു, ഹാസൽ വലതു ഈ ആൺകുട്ടി എന്നുള്ള രൂപത്തിൽ. അപ്പോൾ ഇവിടെ ഹാസൽ ബലദി ഈ നാടും തന്നെയാണ് സത്യം. അൽ അമീൻ എങ്ങനെയുള്ള നാടാണ്? നിർഭയമായ, വിശ്വസ്തമായ. അപ്പോൾ വഹാസൽ ബലദിൽ അമീൻ നിർഭയമായ ഈ നാടും എന്ന് പറഞ്ഞാൽ നിർഭയമായ ഈ നാടും തന്നെയാണ് സത്യം. അടുത്തായത് ലഖദ് ഖലഖ്നൽ ഇൻസാന ഫി അഹ്സനി തഖ്വീം. ലഖദ് ലാമ് തൗക്കീദിന് വേണ്ടിയിട്ട്, അങ്ങനെ തന്നെ എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഖദ് തീർച്ചയായും, അതും തൗക്കീദിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ലഖദ് തീർച്ചയായും അങ്ങനെ തന്നെ. ഖലഖ്ന ഖലഖ എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചു, നാം സൃഷ്ടിച്ചു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ ഖലഖയുടെ കൂടെ അവസാനത്തിലൊരു നാ എന്ന് ചേർക്കണം. അപ്പോൾ ഖലഖ നാ എന്നല്ല പറയാം, ഖലഖ്ന എന്നാ പറയാം. അവസാനത്തിൽ ജസ്മ് കൊടുക്കും, സുക്കൂൻ കൊടുക്കും. ഖലഖ്ന നാം സൃഷ്ടിച്ചു. അപ്പോൾ ലഖദ് ഖലഖ്ന തീർച്ചയായും നാം സൃഷ്ടിച്ചു. അൽ ഇൻസാന മനുഷ്യനെ. ഫീ അഹ്സനി, ഹസൻ എന്ന് പറഞ്ഞാൽ നല്ലത്, അഹ്സൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലത്. നമ്മൾ കബീർ എന്ന് പറഞ്ഞാൽ വലുത്, അക്ബർ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുത് എന്ന് പറയില്ലേ, അതേപോലെ ഹസൻ നല്ലത്, അഹ്സൻ ഏറ്റവും നല്ലത്. ഫീ അഹ്സനി, ഫീ എന്ന് പറഞ്ഞാൽ ഇൽ എന്നർത്ഥം. ഫീ അഹ്സനി ഏറ്റവും നല്ലതിൽ. തഖ്വീം ഖവ്വമ എന്ന് പറഞ്ഞാൽ നേരെയാക്കി എന്നാണ്. തഖ്വീം നേരെയാക്കൽ, പാകപ്പെടുത്തൽ, അല്ലെങ്കിൽ ഘടന, രൂപം എന്നൊക്കെ പറയാം. അപ്പോൾ ഫീ അഹ്സനി തഖ്വീം ഏറ്റവും നല്ല ഘടനയിൽ, ഏറ്റവും നല്ല രൂപത്തിൽ. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം തീർച്ചയായും നാം മനുഷ്യനെ ഏറ്റവും നല്ല ഘടനയിൽ സൃഷ്ടിക്കുക തന്നെ ചെയ്തു. അടുത്തായത് സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ. സുമ്മ പിന്നെ, റദദ്നാഹു റദ്ദ എന്ന് പറഞ്ഞാൽ മടക്കി എന്നാണ്. അതിൻ്റെ കൂടെ നാ എന്ന് ചേർക്കുമ്പോൾ റദ്ദന എന്നല്ല പറയാ, റദദ്ന എന്നാണ് പറയാം. നാം മടക്കി. ഹു അവനെ, റദദ്നാഹു നാം അവനെ മടക്കി. സുമ്മ റദദ്നാഹു പിന്നെ നാം അവനെ മടക്കി. അസ്ഫല സാഫിൽ എന്നുള്ളതിൻ്റെ സൂപ്പർലേറ്റീവ് അല്ലെങ്കിൽ ഇസ്മു തഫ്ദീൽ, സീഗ മുബാലഗ എന്ന് പറയും. അതാണ് അസ്ഫൽ എന്നുള്ളത്. സാഫിൽ എന്ന് പറഞ്ഞാൽ അധമൻ അല്ലെങ്കിൽ താഴ്ന്നവൻ. അപ്പോൾ അസ്ഫല ഏറ്റവും അധമൻ, സാഫിലീൻ അധമന്മാരിൽ. സാഫിൽ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് സാഫിലൂൻ. അതിവിടെ ഗ്രാമർ അനുസരിച്ച് സാഫിലീൻ എന്നായി. അപ്പോൾ സാഫിൽ എന്ന് പറഞ്ഞാൽ അധമൻ, സാഫിലൂൻ, സാഫിലീൻ എന്നൊക്കെ പറഞ്ഞാൽ അധമർ, അധമന്മാർ. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ പിന്നെ നാം അവനെ ഏറ്റവും അധമന്മാരിൽ അധമനാക്കി മടക്കി. അടുത്തായത് ഇല്ലല്ലസീന ആമനു വഅമിലു സ്വാലിഹാത്തി ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ. ഇല്ല ഒഴികെ, അല്ലസീന ആമനു ആമന വിശ്വസിച്ചു, ആമനു അവർ വിശ്വസിച്ചു, അല്ലസീന ആമനു വിശ്വസിച്ചവർ. അപ്പോൾ ഇല്ലല്ലസീന ആമനു വിശ്വസിച്ചവർ ഒഴികെ, വ അമിലു സ്വാലിഹാത്തി അമില പ്രവർത്തിച്ചു, അമിലു അവർ പ്രവർത്തിച്ചു, അമിലു അസ്വാലിഹാത്തി സൽക്കർമ്മങ്ങൾ അവർ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചു. അപ്പോൾ അതിൻ്റെ മുമ്പിലും ശരിക്ക് ആ അല്ലസീന ഉണ്ട്. അങ്ങനെ പറയുമ്പോൾ അവിടെ ശരിക്ക് വല്ലസീന അമിലു സ്വാലിഹാത്തി എന്നുള്ള രൂപത്തിലാണ് അവിടെ പറയേണ്ടത്, മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവരും ഒന്നിച്ചതുവരെയുള്ള അർത്ഥം പറയുമ്പോൾ ഇല്ലല്ലസീന ആമനു വഅമിലു സ്വാലിഹാത്തി വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ. ഫലഹും ഫ അപ്പോൾ, ലഹും അവർക്കുണ്ട്. ല എന്ന് പറഞ്ഞാൽ ഉണ്ട്, ശരിക്കും അവർ ലീ എന്നാണ്. ഹും എന്നുള്ളതിന് മുമ്പിൽ ലീ ചേർന്നപ്പോൾ ലഹും എന്നാണ് ആവുക. ഫലഹും അപ്പോൾ അവർക്കുണ്ട്, അജ്റുൻ പ്രതിഫലം, ഗൈറു മംനൂൻ ഗൈർ എന്ന് പറഞ്ഞാൽ ഒഴികെ, അല്ലാതെ. മംനൂൻ മന്ന എന്ന് പറഞ്ഞാൽ മുറിച്ചു എന്നൊരർത്ഥമുണ്ട്. മംനൂൻ മുറിക്കപ്പെട്ടത്, ഗൈറു മംനൂൻ മുറിഞ്ഞു പോകാത്ത. അപ്പോൾ അജ്റുൻ ഗൈറു മംനൂൻ മുറിഞ്ഞു പോകാത്ത പ്രതിഫലം. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം ഇല്ലല്ലസീന ആമനു വഅമിലു സ്വാലിഹാത്തി ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്കൊഴികെ അവർക്ക് മുറിഞ്ഞു പോകാത്ത പ്രതിഫലമുണ്ട്. അടുത്തായത് ഫമാ യുകസിബുക ബഅദു ബിദ്ദീൻ. ഫ അപ്പോൾ, എന്നിരിക്കെ അല്ലെങ്കിൽ എന്നിട്ട്, മാ യുകസിബുക കസ്സബ കളവാക്കി, യുകസിബു കളവാക്കും കളവാക്കുന്നു, യുകസിബുക
താങ്കളെ കളവാക്കുന്നു. മാ യുക്കസിബുക്ക, എന്താണ് താങ്കളെ കളവാക്കുന്നത്? ബഅദു ബിദ്ദീൻ, ബഅദു എന്ന് പറഞ്ഞാൽ ശരിക്കും ശേഷം എന്നർത്ഥമുണ്ട്, എന്നിട്ട് എന്നർത്ഥമുണ്ട്. ഇവിടെ ബഅദു എന്നിട്ടും, ബിദ്ദീൻ, ദീൻ എന്ന് പറഞ്ഞാൽ മതം എന്നൊരർത്ഥമുണ്ട്, പ്രതിഫല നടപടി എന്നുള്ള അർത്ഥമുണ്ട്. ബി എന്നുള്ളതിന് കൊണ്ട്, ഓട്, ഇൽ എന്നൊക്കെ അർത്ഥം. അപ്പോൾ ബിദ്ദീൻ, ദീനിൽ, മതത്തിൽ അല്ലെങ്കിൽ പ്രതിഫല നടപടിയിൽ. ഒന്നിച്ചതിൻ്റെ അർത്ഥം ഫമാ യുക്കസിബുക ബഅദു ബിദ്ദീൻ, എന്നിട്ടും എന്താണ് അവർ പ്രതിഫല നടപടിയിൽ താങ്കളെ കളവാക്കുന്നത്, അല്ലെങ്കിൽ എന്നിട്ടും എന്താണ് ദീനിൽ, മതത്തിൽ അവർ താങ്കളെ കളവാക്കുന്നത്. അടുത്ത ആയത്ത് അലൈസല്ലാഹു ബി അഹ്കമിൽ ഹാക്കിമീൻ. ലൈസ എന്ന് പറഞ്ഞാൽ അല്ല എന്നർത്ഥം. ലൈസ എന്നുള്ളത് ചോദ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അലൈസ, അല്ലയോ, അള്ളാഹു അല്ലയോ, ബി അഹ്കമിൽ ഹാക്കിമീൻ. അഹ്കം എന്നുള്ളത് ഹാക്കിം എന്നുള്ളതിൻ്റെ സൂപ്പർലേറ്റീവായിട്ട് വരാം, അല്ലെങ്കിൽ ഹക്കീം എന്നുള്ളതിൻ്റെ സൂപ്പർലേറ്റീവായിട്ടും വരാം. ഹാക്കിം എന്ന് പറഞ്ഞാൽ വിധികർത്താവ്, അപ്പോൾ അഹ്കം എന്നുള്ളതിന് ഏറ്റവും നല്ല വിധികർത്താവ്. ഇനി ഹക്കീം എന്നുള്ളതിൽ നിന്നാണെങ്കിൽ ഹക്കീം എന്ന് പറഞ്ഞാൽ യുക്തിജ്ഞൻ, അപ്പോൾ അഹ്കം എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ല യുക്തിജ്ഞൻ. ഇവിടെ ഏറ്റവും നല്ല വിധികർത്താവ് എന്നുള്ള അർത്ഥം കൊടുക്കാം, കാരണം അതിനുശേഷം അൽ ഹാക്കിമീൻ എന്ന് വരുന്നുണ്ട്, വിധികർത്താക്കളിൽ എന്നുള്ളത്. അൽ ഹാക്കിമീൻ, ഹാക്കിം വിധികർത്താവ്, ഹാക്കിമീൻ എന്നൊക്കെ പറഞ്ഞാൽ വിധികർത്താക്കൾ. അപ്പോൾ ബി അഹ്കമിൽ ഹാക്കിമീൻ, വിധികർത്താക്കളിൽ ഏറ്റവും നല്ല വിധികർത്താവ്. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം അലൈസല്ലാഹു ബി അഹ്കമിൽ ഹാക്കിമീൻ, അള്ളാഹു വിധികർത്താക്കളിൽ ഏറ്റവും നല്ല വിധികർത്താവ് അല്ലയോ. ഇപ്പോൾ നമ്മൾ പദങ്ങളുടെ അർത്ഥം പരിചയപ്പെട്ടു. ഇനി നമുക്ക് വിശദീകരണത്തിലേക്ക് പോകാം. ഇവിടെ ആദ്യ 3 ആയത്തുകളൊന്ന് പരിശോധിച്ച് നോക്കുക. വത്തീനി വസ്സൈത്തൂൻ വതൂരി സീനീൻ വഹാസൽ ബലദിൽ അമീൻ. 4 കാര്യങ്ങളെ വെച്ചുകൊണ്ട് അള്ളാഹു സത്യം ചെയ്തുകൊണ്ട് പറയാണ്. ആദ്യ ആയത്തിൽ അത്തിയും ഒലീവും, രണ്ടാമത്തെ ആയത്തിൽ തൂരി സീനാ പർവ്വതം, മൂന്നാമത്തെ ആയത്തിൽ ഈ നിർഭയമായ രാജ്യം. ഇതൊക്കെ വെച്ചുകൊണ്ട് അള്ളാഹു സത്യം ചെയ്തുകൊണ്ട് പറയാണ്. ഇവിടെ ഇതൊക്കെ ഈ പറഞ്ഞ രൂപത്തിലുള്ളത് തന്നെയാണ് എന്ന് അഭിപ്രായപ്പെട്ട ഖുർആൻ വ്യാഖ്യാതാക്കളുണ്ട്. അതായത് ശരിക്കുള്ള അത്തിയും ഒലീവും, അതേപോലെ സീനാ പർവ്വതം, അതേപോലെ നിർഭയമായ നാട് എന്ന് പറഞ്ഞാൽ മക്കയാണല്ലോ നിർഭയമായ നാട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ പറഞ്ഞ രൂപത്തിൽ തന്നെയാണ് എന്ന അഭിപ്രായമുള്ള പണ്ഡിതന്മാരുണ്ട്. എന്നാൽ ഇത് 4 സ്ഥലങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് എന്ന അഭിപ്രായമുള്ളവരുമുണ്ട്. അപ്പോൾ അത്തിയും ഒലീവും എന്നുള്ള ആദ്യ ആയത്തിന് അത്തരം ഖുർആൻ വ്യാഖ്യാതാക്കൾ അർത്ഥം പറഞ്ഞത് അത്തിയും ഒലീവും ഏറ്റവും കൂടുതലായി ഉണ്ടാകുന്ന സിറിയ, ഫലസ്തീൻ പോലെയുള്ള സ്ഥലങ്ങൾ. കാരണം അറബിയിൽ ചില പഴവർഗ്ഗങ്ങളൊക്കെ അധികമുണ്ടാകുന്ന സ്ഥലങ്ങൾക്ക് ആ പഴവർഗ്ഗത്തിൻ്റെ തന്നെ പേര് കൊടുക്കുന്ന സമ്പ്രദായമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തിയും ഒലീവും എന്ന് പറയുമ്പോൾ അത്തിയും ഒലീവും ഉണ്ടാകുന്ന സിറിയ, ഫലസ്തീൻ പോലെയുള്ള സ്ഥലങ്ങളെയാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന അഭിപ്രായമുണ്ട്. ഇനി ദമസ്കസും ബൈത്തുൽ മുഖദ്ദിസും ഒക്കെയാണ് ഉദ്ദേശിച്ചത് എന്ന അഭിപ്രായവും ചിലർക്കുണ്ട്. വതൂരി സീനീൻ, സീനാ പർവ്വതം, അത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് പ്രവാചകത്വം ലഭിച്ച മലയാണ്. നമുക്കറിയാം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തം നാടായിട്ടുള്ള ഈജിപ്തിൽ നിന്ന് നാട് വിടേണ്ടി വന്നു, ഒരാളെ കൊന്നതിൻ്റെ പേരിൽ, അല്ലേ? നമുക്കറിയാം ആ ചരിത്രമൊക്കെ. അങ്ങനെ അദ്ദേഹം മറ്റൊരു നാട്ടിലെത്തി, മദിയൻ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അവിടെ 2 പെൺകുട്ടികൾ അവരുടെ ആടുകൾക്ക് വെള്ളം കൊടുക്കുന്നത് കണ്ടു, അതിന് സഹായം നൽകി. പിന്നെ അവരുടെ വീട്ടിലേക്ക് പോയി, അവിടെ കുറേ കൊല്ലങ്ങളോളം അവിടെ ജോലി ചെയ്തു. അത് ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വീടായിരുന്നു എന്നുള്ള അഭിപ്രായമൊക്കെ ഉണ്ട്. ഏതായാലും അതിനുശേഷം അവരിൽ ഒരാളെ കല്യാണം കഴിച്ചു, പിന്നെ അവിടുന്ന് തിരിച്ചു വരികയാണ്. അങ്ങനെ തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് വരുമ്പോൾ വഴിയിൽ ഈ ഒരു സീനാ പർവ്വതത്തിൻ്റെ അടുത്ത് കൂടെയാണ് വരുന്നത്. അവിടെ എത്തിയപ്പോഴാണ് അള്ളാഹു പ്രവാചകത്വം നൽകുന്നത്. അവിടെ വെച്ചിട്ടാണ് ചില കൽപ്പനകൾ നൽകുന്നത്. അപ്പോൾ ആ ഒരു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് പ്രവാചകത്വം ലഭിച്ച ആ ഒരു മല, അതാണ് തൂരി സീനാ പർവ്വതം. വഹാസൽ ബലദിൽ അമീൻ, നിർഭയമായ ഈ രാജ്യവും ഈ നാടും. നിർഭയമായ നാട് എന്ന് പറഞ്ഞാൽ അത് മക്കയാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണത്. അപ്പോൾ ഈ 4 നാടുകളുടെയും പ്രത്യേകത, ഈ 4 സ്ഥലങ്ങളുടെയും പ്രത്യേകത പ്രവാചകന്മാരെ അവിടെ ഉള്ളിലൂടെ സൂചിപ്പിക്കുന്നുണ്ട്. സിറിയ, ഫലസ്തീൻ പോലെയുള്ള സ്ഥലങ്ങളിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരെയുള്ള ഒരുപാട് പ്രവാചകന്മാർ വന്നത്. അതേപോലെ തന്നെ തൂരി സീന എന്നുള്ളത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു.
ഈ നാട് എന്ന് പറയുന്ന മക്ക അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട പ്രവാചകന്മാരെയൊക്കെ ഇതിലൂടെ സൂചിപ്പിക്കുന്നു എന്നാണ് ഒരു അഭിപ്രായം. എന്നിട്ട് അള്ളാഹു പറയാണ് ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, മനുഷ്യനെ നാം ഏറ്റവും നല്ല ഘടനയിൽ സൃഷ്ടിച്ചു. അതിൻ്റെ കാര്യത്തിൽ ആർക്കും തർക്കമൊന്നും ഉണ്ടാവില്ല. ഈശ്വരനില്ല, അള്ളാഹു ഇല്ല എന്ന് പറയുന്ന ആളുകൾക്ക് പോലും മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് ഏറ്റവും നല്ല രൂപത്തിലാണ് എന്നുള്ള കാര്യത്തിൽ തർക്കം ഉണ്ടാവില്ല. കാരണം നമുക്കറിയാം, ചെറുപ്പക്കാരൊക്കെ അവരുടെ മൊബൈൽ ഇടയ്ക്കിടയ്ക്ക് മാറ്റും, ബൈക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാറ്റും, മോഡൽ മാറുന്നതിനനുസരിച്ച്. പക്ഷെ ആരെങ്കിലും ഈ മനുഷ്യൻ്റെ രൂപം, നമ്മുടെ രൂപം ഒന്ന് മാറണമെന്ന് ആഗ്രഹിച്ചതായിട്ട് ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ? നമ്മുടെ ഒരു കണ്ണ് അവിടെ അല്ല വേണ്ടിയിരുന്നത്, ഒരു കണ്ണ് ബാക്കിലും ഒരു കണ്ണ് മുന്നിലുമാണ് വേണ്ടത്, അല്ലെങ്കിൽ ചെവി ഒന്ന് കുറച്ച് മേലേക്കൊന്ന് താഴേക്കും, അല്ലെങ്കിൽ മൂക്ക് അവിടെ അല്ല വേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ കൈകൾ ഇങ്ങനെയല്ല വേണ്ടിയിരുന്നത്. ഇങ്ങനെ നമുക്കൊന്നും ഇതിൽ യാതൊരു മാറ്റവും വേണമെന്ന് ആഗ്രഹം പോലും ഇല്ല അല്ലേ? ബൈക്കൊക്കെ ആണെങ്കിൽ അവർ ആ സാധാരണ പുതിയ മോഡൽ വരും, പെട്രോൾ ടാങ്കൊക്കെ ചിലപ്പോൾ കുറച്ചൊന്ന് പൊങ്ങിയിട്ടോ താഴ്ന്നിട്ടോ ഒക്കെ ഇരിക്കും. മനുഷ്യൻ്റെ വയറ് കുറച്ച് പൊങ്ങിയിട്ടോ താഴ്ന്നിട്ടോ എന്നുള്ള രൂപത്തിലൊന്നും ആരും ആഗ്രഹിക്കുന്ന പോലുമില്ല. അതേപോലെ തന്നെ അതിൻ്റെ ലൈറ്റൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടൊക്കെയാണ് പുതിയ മോഡലാകുമ്പോൾ ഇറങ്ങുക. നമ്മുടെ മനുഷ്യൻ്റെ കണ്ണ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ടൊക്കെ ഇറങ്ങിയാൽ അതിനെ വൈകൃതം എന്നാണ് പറയുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അയാളെ വികലാംഗൻ എന്നാണ് പറയുക അല്ലേ? അതൊരു വൈകൃതമായിട്ടാണ്, അതാരും ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഇവിടെ അള്ളാഹു മനുഷ്യനെ ഏറ്റവും നല്ല ഘടനയിൽ ഏറ്റവും നല്ല രൂപത്തിൽ സൃഷ്ടിച്ചു. അത് എല്ലാ തരത്തിലും, ഒരു രൂപത്തിൽ മാത്രമല്ല, മനുഷ്യൻ്റെ ബുദ്ധിശക്തി, ചിന്താശക്തി, എല്ലാ കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിലും ഏറ്റവും നല്ല ഉത്തമമായ രൂപത്തിൽ മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചു. എന്നിട്ട് അള്ളാഹു പറയാണ് സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ, പിന്നെ അവനെ, ആ മനുഷ്യനെ അധമന്മാരിൽ അധമനാക്കി മാറ്റി, ഏറ്റവും താഴ്ന്ന അവസ്ഥയിലേക്ക് മാറ്റി, അല്ലെങ്കിൽ ഏറ്റവും ബലം കുറഞ്ഞ, ആരോഗ്യം കുറഞ്ഞ അവസ്ഥയിലേക്ക് മാറ്റി. ഇവിടെയൊക്കെ വ്യത്യസ്തമായ വിശദീകരണങ്ങളുണ്ട്. ഒന്ന്, ആദ്യം പറഞ്ഞ ആ ആയത്തുകളിൽ അത് പ്രവാചകന്മാരെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള സ്ഥലങ്ങളാണ് ഉദ്ദേശിച്ചത് എന്ന് പറയുന്ന തരത്തിലുള്ള ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നത്. പിന്നെ മനുഷ്യനെ ഏറ്റവും ഉത്തമമായ രൂപത്തിൽ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ അവിടെ ഏറ്റവും മനുഷ്യരിലെ ഏറ്റവും ഉത്തമരായ ആളുകൾ പ്രവാചകന്മാരാണല്ലോ. അപ്പോൾ മനുഷ്യരിൽ നിന്ന് പ്രവാചകന്മാരെ പോലെയുള്ള ഏറ്റവും ഉത്തമരായ മനുഷ്യരെ പോലും അള്ളാഹു വാർത്തെടുത്തു, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളും മനുഷ്യരിൽ നിന്ന് രൂപം കൊണ്ടു. അപ്പോൾ ഏറ്റവും നല്ല ഉത്തമമായ സ്വഭാവ ഗുണങ്ങളടങ്ങിയ മനുഷ്യർ, പ്രവാചകന്മാർ, അത് ഈ മനുഷ്യഗണത്തിൽ നിന്ന് പിറവി കൊണ്ടു. എന്നിട്ട് സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ, എന്നാൽ പിന്നെ അവരെ അധമന്മാരിൽ അധമനാക്കി. ഇല്ലല്ലസീന ആമനു വഅമിലു സ്വാലിഹാത്തി ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ, ആരെ ഒഴികെ? വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്കൊഴികെ. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾക്ക് മുറിഞ്ഞു പോകാത്ത പ്രതിഫലമുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ച് ഏറ്റവും നല്ല രൂപത്തിൽ സൃഷ്ടിച്ചു. എന്നാൽ വാർദ്ധക്യം കാരണം അവന് ആകെ ക്ഷീണിച്ച അവസ്ഥയിലേക്ക് മാറി, അവൻ്റെ ആരോഗ്യം കുറഞ്ഞു. സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ, അവൻ പറ്റേ വാർദ്ധക്യത്തിലേക്ക് പോയി, അവൻ ആരോഗ്യപരമായിട്ട് വളരെ ക്ഷീണിച്ച അവസ്ഥയിലേക്ക് പോയി എന്ന രൂപത്തിൽ അർത്ഥം കൊടുത്ത പണ്ഡിതന്മാർ പിന്നീടുള്ള ഈ ആയത്തിന് ഇല്ലല്ലസീന ആമനു വഅമിലു സ്വാലിഹാത്തി ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ, എന്നാൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്കൊഴികെ അവർക്ക് മുറിഞ്ഞു പോകാത്ത പ്രതിഫലമുണ്ട് എന്ന ആയത്തിന് അർത്ഥം കൊടുത്തത്, വാർദ്ധക്യത്തിലെത്തിയാലും സത്യവിശ്വാസികളാണെങ്കിൽ, നല്ല കാലത്ത് നല്ല രൂപത്തിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചവരാണെങ്കിൽ, അവർ വാർദ്ധക്യത്തിലെത്തി അവർക്ക് മുമ്പ് കാലത്ത് ചെയ്തിരുന്ന പോലെയുള്ള സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അവർക്ക് മുറിഞ്ഞു പോകാത്ത പ്രതിഫലമുണ്ട്. അവരുടെ ആ നല്ല കാലത്ത് ചെയ്തിരുന്ന അതേപോലെയുള്ള പ്രതിഫലം അവർക്ക് വാർദ്ധക്യകാലത്തും കിട്ടും. അതായത് ഒരാളിപ്പോൾ അയാളുടെ നല്ല കാലത്ത് സ്ഥിരമായിട്ട് പള്ളിയിലൊക്കെ പോയി ജമാഅത്ത് നിസ്കരിച്ചിരുന്ന ഒരാൾ, അദ്ദേഹത്തിന് വാർദ്ധക്യ സഹജമായ ആരോഗ്യ പ്രശ്നങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകളും വന്നപ്പോൾ അദ്ദേഹത്തിന് നടക്കാനൊന്നും കഴിയുന്നില്ല, പള്ളിയിലേക്ക് പോകാൻ പറ്റുന്നില്ല, വീട്ടിൽ നിന്നാണ് നിസ്കരിക്കുന്നത്. എങ്കിൽ പോലും അദ്ദേഹത്തിന് ആ പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന കൂലി അള്ളാഹു കൊടുക്കും. കാരണം നല്ല കാലത്ത് അയാളെ ചെയ്തിരുന്നു, ഈ കാലത്ത് അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ്, നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് പോവാത്തത്. നിവൃത്തി ഉണ്ടെങ്കിൽ അദ്ദേഹം ഇപ്പോഴും പോകുമായിരുന്നു. അപ്പോൾ ഇല്ലല്ലസീന ആമനു വഅമിലു സ്വാലിഹാത്തി ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ എന്നുള്ളതിന് അങ്ങനെ വ്യാഖ്യാനം കൊടുത്ത പണ്ഡിതന്മാരുണ്ട്. അതായത് അതിന് തൊട്ട് മുമ്പുള്ള ആയത്തിൽ വാർദ്ധക്യ സഹജമായ രൂപത്തിൽ അവർക്ക് ബലം കുറഞ്ഞു, ആരോഗ്യം കുറഞ്ഞു എന്നാണ് സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ എന്നുള്ളതിന് അർത്ഥം കൊടുത്ത്. അത്തരം പണ്ഡിതന്മാരാണ് ഈ ആയത്തിന് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്കൊഴികെ അവർക്ക് മുറിഞ്ഞു പോകാത്ത പ്രതിഫലമുണ്ട് വാർദ്ധക്യ നാളിലും എന്നർത്ഥം കൊടുത്തത്. എന്നാൽ അതല്ലാത്ത അർത്ഥം കൊടുത്ത ആളുകൾ, അതായത് അള്ളാഹുവിൻ്റെ
നിയമനിർദ്ദേശങ്ങൾ പാലിക്കാതെ ജീവിച്ച ആളുകളെ അള്ളാഹു നാളെ പരലോകത്ത് നരകത്തിലേക്കിടും. അതാണല്ലോ ഏറ്റവും വലിയ മോശമായ അവസ്ഥ. ആ ഒരു അധമ അവസ്ഥയിലേക്ക്, മോശമായ അവസ്ഥയിലേക്ക് അള്ളാഹു അവരെ ഇടും, അല്ലെങ്കിൽ അവരെ ആ തരത്തിലേക്ക് അള്ളാഹു കൊണ്ടുപോകും. അതാണ് സുമ്മ റദ്ദദിനാഹു അസ്ഫല സാഫിരീൻ. പിന്നെ അവരെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലേക്ക്, അധമന്മാരിൽ അധമനാക്കി അള്ളാഹു മാറ്റി എന്ന് പറഞ്ഞാൽ നാളെ പരലോകത്ത് അവർക്ക് നരകമാകുന്ന ആ ഒരു ഏറ്റവും മോശപ്പെട്ട സ്ഥലമാണ് അവർക്ക് ലഭിക്കുക. ആർക്കൊഴികെ? ഇല്ലല്ലസീന ആമനു വഅമിലു സ്വാലിഹാത്തി, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്കൊഴികെ. അവർക്ക് എന്താണുള്ളത്? ഫലഹും അസുറുൻ ഖൈറു മംനൂൻ, അവർക്ക് മുറിഞ്ഞു പോകാത്ത പ്രതിഫലമുണ്ട്. നാളെ പരലോകത്തെത്തുമ്പോൾ അവർക്ക് മുറിഞ്ഞു പോകാത്ത പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നഷ്ടപ്പെടാത്ത പ്രതിഫലമുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്നൊക്കെ എന്തെങ്കിലും പ്രതിഫലം കിട്ടുകയാണെങ്കിൽ അത് കുറച്ച് കഴിഞ്ഞാൽ നിൽക്കുമല്ലോ. പക്ഷെ നാളെ പരലോകത്ത് ലഭിക്കുന്ന പ്രതിഫലം മുറിഞ്ഞു പോകാത്ത പ്രതിഫലം കിട്ടിക്കൊണ്ടേയിരിക്കും. സ്വർഗത്തിലേക്ക് അങ്ങ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ സ്വർഗത്തിൽ നിന്ന് പുറത്തേക്ക് വരില്ല, സ്വർഗത്തിൽ തന്നെ. ആ ഒരു കൂലി, ആ ഒരു പ്രതിഫലം നിലക്കാത്തതാണ്, നിന്നു പോവാത്തതാണ്, മുറിഞ്ഞു പോകാത്തതാണ്. ആ ഒരു പ്രതിഫലം അവർക്ക് നൽകിക്കൊണ്ടേയിരിക്കും. അതാണ് അതിന് കൊടുത്ത മറുപടി. എന്നാൽ സുമ്മ റദ്ദദിനാഹു അസ്ഫല സാഫിലിൻ എന്നുള്ളതിന് ഈ നാട്ടിൽ വെച്ച്, ഈ ഭൂലോകത്ത് വെച്ച് തന്നെ അവർക്ക് ഏറ്റവും മോശപ്പെട്ട, ധാർമ്മികമായിട്ടും മറ്റൊക്കെ അവർ ഏറ്റവും ഒരു സംസ്കാരമില്ലാത്ത രൂപത്തിലുള്ള മാനസികാവസ്ഥയിലേക്ക് അവർ പോകും എന്നുള്ള ആ തരത്തിൽ അർത്ഥം കൊടുത്തവരുമുണ്ട്. ഏതായാലും ഒന്നിച്ച് ഇതുവരെയുള്ള അർത്ഥം നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അള്ളാഹു വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ വെച്ചുകൊണ്ട് സത്യം ചെയ്തിട്ടാണ് പറയുന്നത്. അള്ളാഹു മനുഷ്യനെ ഏറ്റവും ഉത്കൃഷ്ടമായ രൂപത്തിൽ, ഏറ്റവും നല്ല രൂപത്തിൽ അള്ളാഹു സൃഷ്ടിച്ചു. എന്നാൽ പിന്നീട് അവൻ്റെ അവസ്ഥ വളരെ മോശപ്പെട്ടൊരവസ്ഥയിലേക്ക് വരും. അത് എല്ലാവർക്കുമില്ല, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്കൊഴികെയാണ് ആ ഒരു ഏറ്റവും മോശപ്പെട്ട അവസ്ഥ ലഭിക്കുക. ഏറ്റവും നല്ല ആളുകൾക്ക് മുറിഞ്ഞു പോകാത്ത പ്രതിഫലമുണ്ട്. എന്നിട്ട് അള്ളാഹു പറയുന്നൊരു കാര്യമുണ്ട്, ഫമാ യുകസിബുക ബഅദു ബിദ്ദീൻ അലൈസല്ലാഹു ബി അഹ്കമിൽ ഹാക്കിമീൻ. എന്നിരിക്കെ, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. എന്നിരിക്കെ എന്തുകൊണ്ടാണ് താങ്കളെ ഈ ആളുകൾ വിശ്വസിക്കാത്തത്, കളവാക്കുന്നത്? എന്തുകൊണ്ടാണ് ദീനിൻ്റെ കാര്യത്തിൽ, പ്രതിഫല നടപടിയുടെ കാര്യത്തിൽ അവർ താങ്കളെ കളവാക്കുന്നത്? ഫമാ യുകസിബുക ബഅദു ബിദ്ദീൻ. എന്നിട്ടും എന്താണ് താങ്കളെ അവർ കളവാക്കുന്നത്? ഇതൊക്കെ അവർ മനസ്സിലാക്കിയിട്ട്, ഇതൊക്കെ താങ്കൾ അവർക്ക് കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ട് എന്തുകൊണ്ടാണ് ഈ ആളുകൾ താങ്കളെ കളവാക്കുന്നത്? അത് അറിയാൻ വേണ്ടിയുള്ളൊരു ചോദ്യമല്ല, ആളുകൾ കൊണ്ട് ചിന്തിപ്പിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് മനുഷ്യ നീ ചിന്തിക്ക്. ആ ഒരു ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ചോദ്യം. അല്ലാതെ എന്തുകൊണ്ടാണ് താങ്കളെ ആളുകൾ ഇങ്ങനെ കളവാക്കുന്നത് ചോദിക്കുമ്പോൾ അതിൻ്റെ ഒരു ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചോദ്യമല്ല. എന്നിട്ട് അള്ളാഹു പറയാണ്, അലൈസല്ലാഹു ബി അഹ്കമിൽ ഹാക്കിമീൻ. വിധികർത്താക്കളിൽ ഏറ്റവും നല്ല വിധികർത്താവ് അള്ളാഹു അല്ലയോ? അപ്പോൾ അള്ളാഹുവാണ് ഏറ്റവും നല്ല വിധികർത്താവ്. ഇതൊക്കെ അവർക്കറിയാം, അവർക്ക് താങ്കൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും അവർ താങ്കൾ പറയുന്ന കാര്യങ്ങളെ കളവാക്കുന്നു. ഏറ്റവും നല്ല വിധികർത്താവ് എന്ന് പറയുമ്പോൾ നാളെ പരലോകത്തെത്തുന്ന സമയത്ത് ഒരാൾക്കും പരാതി ഉണ്ടാവില്ല. ഞാൻ പ്രവർത്തിച്ചതിനനുസരിച്ചല്ല എനിക്ക് കൂലി കിട്ടിയത്, എനിക്ക് പ്രതിഫലം ലഭിച്ചത് എന്ന് ഒരാൾക്കും പരാതി ഉണ്ടാവില്ല. എല്ലാവർക്കും കൃത്യമായിട്ട് അംഗീകരിക്കാൻ പറ്റും, അവരവർക്ക് അർഹതപ്പെട്ട് തന്നെയാണ് അവിടെ പ്രതിഫലം ലഭിച്ചത്. പിന്നെ ആളുകൾ എന്തേ പറയുള്ളൂ, എന്നെ ഭൂമിയിലേക്ക് ഒന്നും കൂടെ മടക്കി തരുകയാണെങ്കിൽ ഞാൻ നല്ല രൂപത്തിൽ ജീവിക്കുമായിരുന്നു, എന്നെ ഒന്നും കൂടെ മടക്കി തരുമോ എന്നൊരു ചോദ്യം മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാതെ ഇവിടെ വെച്ച് എന്നോട് അള്ളാഹു അനീതി കാണിച്ചു, ഞാൻ ചെയ്യാത്ത തെറ്റിന് എന്നെ കുറ്റപ്പെടുത്തി, അല്ലെങ്കിൽ എനിക്ക് ശിക്ഷ തന്നു, ഇങ്ങനെയുള്ളൊരു പരാതികളൊന്നും ആർക്കും ഉണ്ടാവില്ല. കാരണം അള്ളാഹു കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടാണ് രക്ഷയും ശിക്ഷയും വിധിക്കുന്നത്. നമ്മളുടെ ശരീരം തന്നെ, നമ്മുടെ കൈയും കാലും ഒക്കെ തന്നെ അവിടെ സാക്ഷികൾ പറയാണ്, കൂറുമാറാത്ത സാക്ഷികളാണ്. ഈ നാട്ടിലെ പോലെയല്ല, നമ്മുടെ കൈയും കാലും ഒക്കെ തന്നെ അവിടെ സംസാരിക്കുകയാണ്. എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ ചെയ്തില്ല, എല്ലാ കാര്യങ്ങളും നമ്മുടെ സ്വന്തം ശരീരം തന്നെ സാക്ഷി പറയുമ്പോൾ പിന്നെ ആർക്കാ അവിടെ എതിർപ്പുണ്ടാവുക? ആ ഒരു തരത്തിൽ നാളെ പരലോകത്ത് ആ ഒരു കോടതിയിൽ, വിചാരണ കോടതിയിൽ എല്ലാവർക്കും അവരവരുടെ തെറ്റും ശരിയും കൃത്യമായി ബോധ്യമാക്കിയതിന് ശേഷമാണ് അള്ളാഹു പ്രതിഫലം നൽകുന്നത്. അപ്പോൾ അവിടെ ഏറ്റവും നല്ല നീതിമാനായിട്ടുള്ള, ഏറ്റവും നല്ല വിധികർത്താവായിട്ടുള്ള അള്ളാഹു നമുക്ക് നൽകുന്ന വിധിയിൽ ഒരാൾക്കും തന്നെ പരാതി ഉണ്ടാവുകയില്ല. അതാണ് അള്ളാഹു വിധികർത്താക്കളിൽ ഏറ്റവും നല്ല വിധികർത്താവല്ലയോ എന്ന് ചോദിക്കുന്നത്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും എന്തുകൊണ്ടാണ് ആളുകൾ ഈ ഒരു സത്യമായ, യാഥാർത്ഥ്യമായ കാര്യത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്? എന്തുകൊണ്ടാണ് താങ്കളെ അവർ കളവാക്കുന്നത് എന്നൊരു ചോദ്യം ചിന്തിക്കാൻ വേണ്ടി അള്ളാഹുവോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു വിശിഷ്ടമായ ഘടനയിൽ സൃഷ്ടിച്ച മനുഷ്യരിലെ ഒരു വിഭാഗം ഏറ്റവും നല്ല രൂപത്തിൽ ഉയരുകയും മറ്റൊരു വിഭാഗം ധാർമ്മികമായിട്ട് അധപ്പതനം സ്വയം തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. തെറ്റായ വഴി സ്വയം തിരഞ്ഞെടുക്കുന്നു. ആരും അവരെ നിർബന്ധിക്കുന്നതല്ല.
അവർ സ്വയം ആ ഒരു തെറ്റായ വഴി തിരഞ്ഞെടുക്കുന്നു, അവർ അധമന്മാരിൽ അധമരായി മാറുന്നു. ഇനി ഈ ഒരു സൂറത്ത് പാരായണം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഏറ്റവും അവസാനത്തെ ആയത്ത് നമുക്കറിയാം, അലൈസല്ലാഹു ബി അഹ്കമിൽ ഹാക്കിമീൻ എന്നാണ്. അള്ളാഹു വിധികർത്താക്കളിൽ വെച്ച് ഏറ്റവും നല്ല വിധികർത്താവല്ലയോ എന്നാണത്. അപ്പോൾ അത് നമ്മൾ ഉൾക്കൊണ്ടു, നമ്മളതിനെ അംഗീകരിക്കുന്നു എന്നുള്ള രൂപത്തിൽ ആ ഒരു ആയത്ത് പാരായണം ചെയ്ത് കഴിഞ്ഞാൽ സുബ്ഹാനക ഫബല എന്നോ അല്ലെങ്കിൽ ബല വ അന അലാ സാലിക മിന ഷാഹിദീൻ എന്നോ ചൊല്ലുന്നത് നല്ലതാണ് എന്ന് ചില റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സൂറത്തിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം. വത്തീനി വസ്സൈത്തൂൻ, ഇവിടെ ഒരു കാര്യം ഒന്നിച്ച് പറയാം. 8 ആയത്തുകളാണല്ലോ. എല്ലാ ആയത്തുകളുടെയും അവസാനത്തിൽ മദ് ആരിതാണ്. എന്താണ് മദ് ആരിദ് എന്ന് പറഞ്ഞാൽ? ഏറ്റവും അവസാനത്തെ അക്ഷരത്തിന് നമ്മളായിട്ട് സുക്കൂൻ ഇടുകയാണെങ്കിൽ അതിന് തൊട്ട് മുമ്പ് ഒരു നീട്ടൽ വരികയാണെങ്കിൽ ആ നീട്ടലിനെയാണ് മദ് ആരിദ് എന്ന് പറയുന്നത്. അതിനെ നമുക്ക് 6 ഹർക്കത്തിൻ്റെ ദൈർഘ്യം വരെ വേണമെങ്കിൽ നീട്ടാം. അപ്പോൾ ഇവിടെ വത്തീനി വസ്സൈത്തൂൻ എന്ന് പറയുമ്പോൾ അവിടെ നൂനിന് നമ്മൾ സുക്കൂൻ ഇടും. അവിടെ സൈത്തൂനി എന്നാണ്, കെസറാണെങ്കിലും പാരായണം നിർത്തുമ്പോൾ സുക്കൂൻ ഇട്ടാണല്ലോ നിർത്തുക. അതിന് തൊട്ട് മുമ്പ് നീട്ടലാണല്ലോ, സൈത്തൂ എന്നുള്ള ആ ഒരു നീട്ടലാണ്. അപ്പോൾ നമ്മളായിട്ട് സുക്കൂനിട്ട് ഒരു പാരായണം അവിടെ അവസാനിപ്പിക്കുന്നു, അതിൻ്റെ തൊട്ട് മുമ്പ് നീട്ടലാണ്. ആ നീട്ടൽ 6 ഹർക്കത്തിൻ്റെ ദൈർഘ്യം വരെ നീട്ടാം. അതാണ് മദ് ആരിദ്. ഈ ഒരു സൂറത്തെടുത്ത് നോക്കുകയാണെങ്കിൽ 8 ആയത്തുകളുടെയും അവസാനത്തിൽ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിനി ആവർത്തിക്കുന്നില്ല. തൂരി സീനീൻ, അവിടെ റാഇന് കെസറായതുകൊണ്ട് രീ എന്നുള്ള ഉച്ചാരണം കൊടുക്കുക. തൂരി സീനീൻ വഹാസൽ ബലദിൽ അമീൻ. വഹാസൽ ബലദി, അവിടെ ശരിക്ക് വഹാസ, ഹാസ എന്ന് പറയുമ്പോൾ ശരിക്ക് അവിടെ 2 അക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടാനുണ്ട്, ഹാസ. പക്ഷേ അതിനുശേഷം അൽ ബലദ് എന്ന് പറയുമ്പോൾ അതിൻ്റെ തുടക്കത്തിൽ ഹംസത്ത് വസ്ലാണ്. മദ്ദിന് ശേഷം ഹംസത്ത് വസ്ൽ വന്നാൽ, നീട്ടലിന് ശേഷം ഹംസത്ത് വസ്ൽ വന്നാൽ ആ മദ് നഷ്ടപ്പെടും, നീട്ടൽ നഷ്ടപ്പെടും. അപ്പോൾ ഹാസ എന്ന് പറയില്ല, ഹാസ എന്ന് പറയും. ഹാസൽ ബലദി, ഹാസ അൽ ബലദി എന്ന് പറയില്ല, ഹാസൽ ബലദി. അൽ അമീൻ. ലഖദ്, അവിടെ ദാലിന് സുക്കൂന് കൽക്കലത്തിൻ്റെ അക്ഷരമാണ്, എടുത്ത് പറയണം. 5 അക്ഷരങ്ങൾക്ക് സുക്കൂന് വന്നാൽ അതിനെ എടുത്ത് പറയണം, കുറച്ച് ഗൗരവത്തിൽ പറയണം, അല്ലെങ്കിൽ കട്ടിയിൽ പറയണം. ഏതൊക്കെയാണ് 5 അക്ഷരങ്ങൾ? ഖുത്തുബുജ് എന്ന് ഓർത്താൽ മതി. ഖാഫ്, താ, ബാ, ജീമ്, ദാല്. ഈ 5 അക്ഷരങ്ങളിൽ ഏത് അക്ഷരത്തിന് സുക്കൂന് വന്നാലും അതിന് കുറച്ച് വെളിവാക്കി പറയണം, കട്ടിയിൽ പറയണം. ഇവിടെ അതിൽ 3 അക്ഷരങ്ങൾ ഈ സൂറത്തിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ദാല് വന്നില്ലേ, ലഖദ്, ദ് എന്നുള്ളത് ദാല്, അതിന് സുക്കൂന് വരുമ്പോൾ എടുത്ത് പറയണം. ഖലഖ്ന, അവിടെ ഖാഫ് വന്നു, നമ്മൾ പറഞ്ഞ ഖുത്തുബുജതിൽ പെട്ടതാണ് ഖാഫ്. അപ്പോൾ അതും എടുത്ത് പറയണം, വെളിവാക്കി പറയണം. ഖലഖ്, ഖ് എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. ഖലഖ്നൽ ഇൻസാന, അവിടെ നോക്കൂ, ഖലഖ്ന എന്ന് ശരിക്കും അവിടെ 2 ഹർക്കത്തിൻ്റെ ദൈർഘ്യം നീട്ടാനുണ്ട്, ഖലഖ്ന. പക്ഷേ അതിന് ശേഷം അൽ ഇൻസാൻ എന്ന് പറയുമ്പോൾ ഒരു ഹംസത്ത് വസ്ൽ വന്നു. അപ്പോൾ നീട്ടലിന് ശേഷം ഹംസത്ത് വസ്ൽ വരുമ്പോൾ ആ നീട്ടൽ നഷ്ടപ്പെടും. ഖലഖ്ന എന്ന് പറയില്ല, ഖലഖ്നൽ ഇൻസാന, നീട്ടാതെയാണ് ആ നൂനെ പറയേണ്ടത്. ഇൻസാൻ എന്ന് പറയുമ്പോൾ സീനിൻ്റെ മുമ്പ് സുക്കൂണ നൂന് അതിനെ ഇഖ്ഫാ ചെയ്യുക, അതായത് മറച്ച് വെച്ചുകൊണ്ട് മണിക്കുക, അല്ലെങ്കിൽ അവ്യക്തമാക്കി മണിക്കുക. അപ്പോൾ ഇൻസാന. ഫീ അഹ്സനി, ഫീ എന്നുള്ളൊരു നീട്ടൽ വന്നു, ശേഷം ഹംസയാണ്. ഹംസയുടെ മുമ്പ് നീട്ടൽ വന്നാൽ ആ നീട്ടലും ഹംസയും ഒരേ പദത്തിലാണോ വ്യത്യസ്ത പദത്തിലാണോ നോക്കണം. ഒരേ പദത്തിലാണെങ്കിൽ നീട്ടൽ നിർബന്ധമാണ്, അപ്പം മദ് മുത്തസിൽ എന്ന് പറയും. വ്യത്യസ്ത പദത്തിലാണെങ്കിൽ നീട്ടാൻ അനുവാദമുള്ള സ്ഥലമാണ്, അത് നിർബന്ധമല്ല, അത് മദ് മുൻഫസിൽ എന്ന് പറയും. ഇപ്പോൾ ഇവിടെ മദ് മുൻഫസിലാണ്, നീട്ടലും ഹംസയും വ്യത്യസ്ത പദങ്ങളിലാണ്, അടുത്തടുത്താണ്, വ്യത്യസ്ത പദങ്ങളിലാണ്. അപ്പോൾ ഫീ അഹ്സനി. തഖ്വീം, ഖാഫിന് സുക്കൂന് കൽക്കലത്തിൻ്റെ അക്ഷരമാണ്, എടുത്ത് പറയണം. തഖ്വീം. സുമ്മ, മീമിൻ്റെ ശബ്ദ് മണിക്കുക. റദദ്, അവിടെ ദാലിന് സുക്കൂന് കൽക്കലത്തിൻ്റെ അക്ഷരമാണ്, എടുത്ത് പറയണം. റദദ് നാഹു, അവിടെ ഹ ഉലമീർ വന്നു. റദദ് നാഹു എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ഹ ഉലമീർ. ആ ഹ ഉലമീറിൻ്റെ മുമ്പും ശേഷവുമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്ത് ഉണ്ടോ നോക്കണം. ഉണ്ടെങ്കിൽ ആ ഹ ഉലമീറിനെ 2 ഹർക്കത്തിൻ്റെ ദൈർഘ്യം നീട്ടണം. ഇനി എവിടെയെങ്കിലും ഒരു സ്ഥലത്തെങ്കിലും അങ്ങനെ ഹർക്കത്തില്ലാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ നീട്ടാൻ പാടില്ല. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ റദദ്നാഹു, ആ ഹ ഉലമീറിന് ശേഷം ഹംസയാണ്, അവിടെ ഹർക്കത്തുണ്ട്. തൊട്ട് മുമ്പ് ഒരു നീട്ടലാണ്, നാ എന്നുള്ള നീട്ടലിനെ ഹർക്കത്തായിട്ട് പരിഗണിക്കൂല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയുമ്പോൾ ഹ ഉലമീറിൻ്റെ മുമ്പും ശേഷവും ഹർക്കത്തുണ്ടോ? ഇല്ല, മുമ്പ് ഹർക്കത്തില്ല, അതുകൊണ്ട് അതിനെ നീട്ടാൻ പാടില്ല. അതുകൊണ്ട് റദദ്നാഹു എന്നേ പറയാവൂ, റദദ്നാഹു എന്ന് പറയില്ല. ഇനി നീട്ടണം എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും, ഒരു വാവ് അവിടെ ഇട്ട് കൊടുക്കണം, അപ്പോൾ നമുക്ക് നീട്ടണം എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അസ്ഫല സാഫിലീൻ ഇല്ലല്ലസീന ആമനു വ അമിലു അസ്വാലിഹാത്തി, അവിടെ നോക്കൂ, അമിലു എന്നുള്ളടത്ത് നീട്ടാനുണ്ട്. പിന്നെ അസ്വാലിഹാത്തി എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഹംസത്ത് വസ്ൽ വന്നു. അപ്പോൾ നീട്ടലിന് ശേഷം ഹംസത്ത് വസ്ൽ വന്നാൽ നീട്ടൽ നഷ്ടപ്പെടും. അപ്പോൾ അമിലു എന്ന് പറയില്ല, അമിലു സ്വാലിഹാത്തി എന്നേ പറയുള്ളൂ, നീട്ടാതെയാണ് പറയാം. അമിലു എന്ന് പറയില്ല, അമിലു സ്വാലിഹാത്തി. ഫലഹും അജ്റുൻ, ജീമിന് സുക്കൂന് വന്നു, കൽക്കലത്തിൻ്റെ അക്ഷരമാണ്, എടുത്തു പറയണം. അപ്പോൾ ഈ സൂറത്തിൽ ഞാൻ പറഞ്ഞു 3 അക്ഷരങ്ങൾ വന്നു. ഖുത്തുബുജതിൽപ്പെട്ട, ഖുത്തുബുജത് 5 അക്ഷരങ്ങളാണല്ലോ,
അതിൽപ്പെട്ട 3 വന്നു. ദാല് വന്നു, ഖാഫ് വന്നു, ജീമ് വന്നു. അപ്പോൾ ഈ 3 അക്ഷരങ്ങളും ഇവിടെ തന്നെ വന്നു. അവയൊക്കെ സുക്കൂനുള്ള രൂപത്തിൽ വന്നതുകൊണ്ട് അതിനെ എടുത്ത് പറയണം, ഗൗരവത്തിൽ പറയണം, അല്ലെങ്കിൽ കട്ടിയിൽ പറയണം, വെളിവാക്കി പറയണം. ഗൈറു മംനൂൻ ഫമാ യുകസിബുക ബഅദു ബിദ്ദീൻ അലൈസല്ലാഹു ബി അഹ്കമിൽ ഹാക്കിമീൻ. ഇനി നമുക്ക് ഈ സൂറത്തിൻ്റെ പാരായണം കേൾക്കാം, ശേഷം ഗ്രാമർ പറയാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വത്തീനി വസ്സൈതൂൻ വതൂരി സീനീൻ وهذا البلد الأمين لقد خلقنا الإنسان في أحسن تقويم ثم رددناه أسفل سافلين إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون فما يكذبك بعد بالدين أليس الله بأحكم الحاكمين. ഗ്രാമർ നോക്കുകയാണെങ്കിൽ വത്തീനി, അവിടെ തുടക്കത്തിലുള്ള വാവ് ഖസമിൻ്റെ വാവ്, സത്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന വാവാണ് നമ്മൾ പറഞ്ഞു. വസ്സൈത്തൂനി, ആ വാവിനെ നമുക്ക് അത്തിഫിൻ്റെ വാവായിട്ട് പരിഗണിക്കാം. സത്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന വാവായിട്ട് പരിഗണിച്ചാലും തെറ്റൊന്നുമില്ല. പക്ഷേ ആദ്യം ഒരു സത്യം ചെയ്യൽ പറഞ്ഞ് അതിനോട് ചേർത്ത് പറയായതുകൊണ്ട് നമുക്കത് അത്തിഫിൻ്റെ വാവായിട്ട് പരിഗണിക്കാം. പിന്നെ തൂരി സീനീൻ, അവിടെയും നമുക്ക് വാവ് അത്തിഫിൻ്റെ വാവായിട്ട് പരിഗണിക്കാം. അപ്പോൾ ആ തീൻ എന്നുള്ള പദത്തിലേക്ക് മഅത്തൂഫാണ് സൈത്തൂൻ, അതിലേക്ക് മഅത്തൂഫാണ് ആ തൂർ എന്നുള്ള പദം. ഇനി തൂരി സീനീൻ, സീനാ പർവ്വതം എന്ന് പറയുമ്പോൾ ആ തൂർ എന്നുള്ള പദത്തെ സീനീൻ എന്നുള്ളതിലേക്ക് ഇലാഫത്ത് ചെയ്തിരിക്കുകയാണ്, ചേർത്തി പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ചേർത്തി പറയുമ്പോൾ ഏതിലേക്കാണോ ചേർത്തുന്നത് അതിനെ മുലാഫിൻ ഇലൈഹി എന്ന് പറയും. അപ്പോൾ ഇവിടെ സീനീൻ എന്നുള്ളത് മുലാഫിൻ ഇലൈഹിയാണ്. മുലാഫിൻ ഇലൈഹിക്ക് എപ്പോഴും ഇറാബ് ജറാണ് കിട്ടുക. അപ്പോൾ ഈ സീനീൻ എന്നുള്ള പദത്തെക്കുറിച്ച് അത് സീനൂൻ എന്നുള്ളത് മാറി സീനീൻ എന്നായതാണ്, ആ യാ ജറിനെ സൂചിപ്പിക്കുന്നതാണ് എന്ന അഭിപ്രായമുണ്ട്. അതല്ല, സീനീൻ എന്നുള്ള പദം ഒരു ഇസ്മ അലമാണ്, അത് ഫതഹ് കൊണ്ട് ജറ് ചെയ്യപ്പെടുന്ന തരത്തിലുള്ളൊരു പദമാണ്. അങ്ങനെയുള്ള ചില പദങ്ങളുണ്ട്, അത് അങ്ങനെ തന്നെ എഴുതാനേ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ഫതഹ് കണ്ടാൽ ആ ഫതഹ് ജറിനെ സൂചിപ്പിക്കുന്ന ഫതഹാണ് എന്ന രൂപത്തിലുമൊക്കെ അഭിപ്രായമുണ്ട്. ഈ പിന്നെ ഇസ്മ അലം എന്ന് പറയുമ്പോൾ അത് മംനൂ മിൻ സർഫ് എന്നൊക്കെ പറയും ഗ്രാമറിൽ. ശരി, അപ്പോൾ ആ രൂപത്തിലും അതിന് പറ്റിയ അഭിപ്രായമുണ്ട്. അപ്പോൾ ഹാസൽ ബലദിൽ അമീൻ, ഈ ഹാസ എന്നുള്ളതിനെ നമ്മൾ മഅത്തൂഫായിട്ട് പറയും ആ തൂറിലേക്ക്, അതായത് ആ തീൻ എന്നുള്ളതിലേക്ക് തന്നെ ഇതും ചേർന്നിട്ട് തന്നെയാണ് പറയുന്നത്, ഹാസ അൽ ബലദി. ഇനി ബലദ് എന്നുള്ളതിനെ വിശേഷിപ്പിക്കുന്ന പദമാണ് അമീൻ. ബലദ് നാട്, എങ്ങനെയുള്ള നാട്? അൽ അമീൻ, നിർഭയമായ നാട്. ഒരു പദത്തെ മറ്റൊരു പദം കൊണ്ട് വിശേഷിപ്പിക്കുമ്പോൾ രണ്ടിനും ഒരേ രൂപഘടന കിട്ടണം. ഇപ്പോൾ ഇവിടെ നോക്കൂ, അൽ ബലദി തുടക്കത്തിൽ അലിഫ്ലാമുണ്ട്, അൽ അമീൻ അവിടെയും തുടക്കത്തിൽ അലിഫ്ലാമുണ്ട്. ബലദി അവസാനത്തിൽ ജറാണ് അല്ലെങ്കിൽ കസറാണ് കിട്ടിയത്. അമീനി അവിടെയും അതിന് ജറാണ് കിട്ടിയത് അല്ലെങ്കിൽ അവസാനത്തിൽ കസറാണ്. അപ്പോൾ രണ്ടിനും ഒരേ രൂപഘടന കിട്ടിയിട്ടുണ്ട്. ഇനി ലഖദ് ഖലഖ്നൽ ഇൻസാന, ഖലഖ്ന നാം സൃഷ്ടിച്ചു. അപ്പോൾ അവിടെ നാ എന്നുള്ള നാം എന്നുള്ളതാണ് അവിടെ ഫായിൽ. ആരാണ് സൃഷ്ടിച്ചത്? നാം. ഫായിലിന് എപ്പോഴും ഇറാബ് റഫ് ആയിരിക്കും. സാധാരണഗതിയിൽ ലംബ് കൊണ്ടോ ലംബ് തൻവീൻ കൊണ്ടൊക്കെയാണ് റഫിനെ സൂചിപ്പിക്കുക. പക്ഷേ നാ എന്നുള്ളതൊരു മബിനിയായ പദം എന്നാണ് പറയാം, അതിന് അത് റഫിൻ്റെ സ്ഥാനത്താണെന്ന് പറയാം. ഇനി എന്താണ് അവിടെ മഫ്ഊലുൻ ബിഹി അല്ലെങ്കിൽ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ കർമ്മം? അത് ആ ക്രിയയോട് ആരെ എന്തിനേയും ചോദിച്ചാൽ മതി. ഖലക്ക സൃഷ്ടിച്ചു, ആരെയാ സൃഷ്ടിച്ചത്? ആരെ സൃഷ്ടിച്ചു? അൽ ഇൻസാന മനുഷ്യനെ. അപ്പോൾ ആ മനുഷ്യൻ എന്നുള്ള ഇൻസാൻ എന്നുള്ള പദമാണ് അവിടെ മഫ്ഊലുൻ ബിഹി അല്ലെങ്കിൽ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ കർമ്മം. മഫ്ഊലുൻ ബിഹിക്ക് എപ്പോഴും ഇറാബ് നെസ്ബായിരിക്കും, സാധാരണഗതിയിൽ ഫത്തഹ് കൊണ്ടോ ഫത്തഹ് തൻവീൻ കൊണ്ടോ. അതുകൊണ്ടാണ് ഇവിടെ ഇൻസാന അവസാനത്തിൽ ഫത്തഹ് ഇട്ട് എഴുതിയത്. ഫീ അഹ്സനി, അവിടെ ഫീ എന്നുള്ളത് ഹർഫ് ജറാണ്, അതിനുശേഷം വരുന്ന ഇസ്മുകൾക്ക് ജറ് കിട്ടും, സാധാരണ കസർ കൊണ്ടോ കസർ തൻവീൻ കൊണ്ടോ. അപ്പോൾ അഹ്സനി എന്നെഴുതി. ഇനി ആ അഹ്സൻ എന്നുള്ള പദത്തെ തഖ്വീം എന്നുള്ള പദത്തിലേക്ക് ചേർത്തി എഴുതിയിട്ടുണ്ട്. ഒരു പദത്തെ മറ്റൊരു പദത്തിലേക്ക് ചേർത്തുമ്പോൾ ഏതിലേക്കാണോ ചേർത്തിയത് അതിനെ മുലാഫിൻ ഇലൈഹി എന്ന് പറയും. അപ്പോൾ ഇവിടെ തഖ്വീം എന്നുള്ളത് മുലാഫിൻ ഇലൈഹിയാണ്, അതുകൊണ്ട് അതിന് ജറ് കൊടുത്തിട്ടുണ്ട് തഖ്വീമിൻ, അവസാനത്തിൽ കസർ തൻവീൻ ഇട്ടിട്ടുണ്ടല്ലോ. സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ, ഇവിടെ റദദ്നാഹു എന്ന് പറയുമ്പോൾ ശരിക്കും അവിടെ ഫിഅല് ഫായില് മഫ്ഊലുൻ ബിഹി എല്ലാം വന്നു. റദദ് നാ നാം മടക്കി, അവിടെ നാം എന്നുള്ള നാ എന്നുള്ളതാണ് അവിടെ
ഫായിൽ പ്രവൃത്തി ചെയ്ത ആൾ, ഹു അവനെ, അതാണ് അവിടെ മഫ്ഊലും ബിഹി. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമുക്കറിയാം ഫായിലിന് ഇറാബ് റഫ് ആയിരിക്കും, സാധാരണ ലമ്മ് കൊണ്ടോ ലമ്മ് തൻവീന് കൊണ്ടാണ്. ഇനി മഫ്ഊലും ബിഹിക്ക് ഇറാബ് നെസ്ബായിരിക്കും, സാധാരണ ഫത്തഹ് കൊണ്ടാണ്. പക്ഷേ ഇവിടെ നോക്കൂ, നാ എന്നുള്ളതിന് ലമ്മ് കൊടുത്തിട്ടില്ല, ഹു എന്നുള്ളതിന് ഫത്തവും കൊടുത്തിട്ടില്ല. കാരണം ഇതൊക്കെ മബ്നിയായ പദം, അത് അങ്ങനെ എഴുതാനേ പറ്റുള്ളൂ, അതിന് മാറ്റി എഴുതാൻ പറ്റൂല. ഇപ്പോൾ ഹുവ എന്നുള്ള പദം അതൊരു മബ്നിയാണ്, അതിന് ഹുവി എന്നോ ഹുവു എന്നൊന്നും എഴുതാൻ പറ്റില്ല, അത് അങ്ങനെ തന്നെ എഴുതാനേ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഈ തരത്തിലുള്ള പദങ്ങൾ വരുമ്പോൾ അതിന് മബ്നി എന്ന് പറയും, അതിന് യാതൊരു മാറ്റവും ഇല്ലാതെ അങ്ങനെ തന്നെ എഴുതാനേ പറ്റുള്ളൂ. അത് ഇപ്പോൾ നാ എന്നുള്ളതിനെ പറയുകയാണെങ്കിൽ അത് റഫിൻ്റെ സ്ഥാനത്താണെന്ന് പറയാം, ഹു എന്നുള്ളതിനെ അത് മഫ്ഊലും ബിഹി ആയതുകൊണ്ട് നെസ്ബിൻ്റെ സ്ഥാനത്താണെന്ന് പറയാം. അസ്ഫല സാഫിലീൻ, അസ്ഫല എന്നുള്ളതിനെ സാഫിലീൻ എന്നുള്ളതിലേക്ക് ചേർത്തു. അപ്പോൾ സാഫിലീൻ എന്നുള്ളത് മുദാഫിൻ ഇലൈഹിയാണ്, മുദാഫിൻ ഇലൈഹിക്ക് എപ്പോഴും ഇറാബ് ജറായിരിക്കും. സാഫിലൂൻ എന്നെഴുതാതെ സാഫിലീൻ എന്നെഴുതിയത് ജറിൻ്റെ രൂപം വരാൻ വേണ്ടിയിട്ടാണ്. സാഫിലൂൻ എന്നുള്ളത് റഫിൻ്റെ രൂപമാണ്, സാഫിലീൻ എന്നുള്ളത് ജറിൻ്റെയും നെസ്ബിൻ്റെയും രൂപമാണ്. ഇല്ലല്ലസീന ആമനു വ അമിലു സ്വാലിഹാത്തി, ഇവിടെ അമിലു അവർ പ്രവർത്തിച്ചു. എന്താണ് പ്രവർത്തിച്ചത്? അസ്വാലിഹാത്തി, സൽക്കർമ്മങ്ങളെ. അപ്പോൾ സൽക്കർമ്മങ്ങൾ എന്നുള്ള പദം ശരിക്ക് മഫ്ഊലും ബിഹിയാണ്, ഒബ്ജക്റ്റാണ്, കർമ്മമാണ്. ഈ മഫ്ഊലും ബിഹിക്ക് എപ്പോഴും ഇറാബ് നെസ്ബാണ് നമുക്കറിയാം. അപ്പോൾ അവിടെ ശരിക്ക് സ്വാലിഹാത്ത എന്ന് കൊടുക്കണോ? പറ്റൂല. കാരണം അലിഫ് താ അക്ഷരങ്ങളിൽ അവസാനിക്കുന്ന ബഹുവചന രൂപത്തിലുള്ള സ്ത്രീലിംഗ നാമങ്ങൾ വരുമ്പോൾ അതിന് നെസ്ബ് കൊടുക്കേണ്ട സന്ദർഭം വന്നാൽ കെസർ കൊണ്ടാണ് അതിനെ സൂചിപ്പിക്കുക. അപ്പോൾ സ്വാലിഹാത്ത എന്ന് പറയില്ല, അവിടെ ഫത്ത് ഇടേണ്ട സന്ദർഭമാണ്, അല്ലെങ്കിൽ നെസ്ബ് കൊടുക്കേണ്ട സന്ദർഭമാണ്, അപ്പോൾ കെസർ ഇട്ടാൽ മതി, സ്വാലിഹാത്തി എന്നാണ് പറയാം. അത്തരം പദങ്ങളെ ജംഉ മുഅന്നസ് സാലിം എന്നാണ് പറയാം. അലിഫ് താ അക്ഷരങ്ങളിൽ അവസാനിക്കുന്ന സ്ത്രീലിംഗ രൂപത്തിലുള്ള ബഹുവചന നാമപദങ്ങൾ, അതുകൊണ്ടാണ് അവിടെ സ്വാലിഹാത്തി എന്നെഴുതിയത്, അത് നെസ്ബ് കിട്ടിയ രൂപമാണ്. ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ, ഗൈറു മംനൂൻ എന്ന് എടുത്തു കഴിഞ്ഞാൽ ഗൈർ എന്നുള്ളതിനെ മംനൂൻ എന്നുള്ളതിലേക്ക് ചേർത്തു. ആ മംനൂൻ എന്നുള്ളത് മുദാഫിൻ ഇലൈഹിയാണ്, മുദാഫിൻ ഇലൈഹിക്ക് എപ്പോഴും ഇറാബ് ജറാണ്, അതുകൊണ്ടാണ് മംനൂനിൻ എന്ന അവസാനത്തിൽ കസ്ർ തൻവീനിട്ട് എഴുതിയത്. ഫമാ യുകസിബുക ബഅദു ബിദ്ദീൻ, ബഅദു സാധാരണഗതിയിൽ ബഅദ എന്നായിരിക്കും നമ്മൾ അധികവും കണ്ടിട്ടുണ്ടാവും അല്ലേ? എപ്പോഴും ഈ ബഅദു എന്ന് എഴുതുക, ബഅദു എന്ന് എഴുതുന്നത് അവിടെ ഏതോ ഒരു പദം അതിനോട് ചേർന്ന് വന്നിട്ടുണ്ട്, പക്ഷേ അതവിടെ കാണിച്ചിട്ടില്ല. അർത്ഥം പറയുമ്പോൾ അത് വരും. ശരിക്കും അവിടെ ബഅദ സാലിക എന്നല്ലേ അർത്ഥം നമ്മൾ പറയുമ്പോൾ വരിക. ഫമാ യുകസിബുക, അപ്പോൾ എന്താണ് താങ്കളെ കളവാക്കുന്നത്? ബഅദു, ശരിക്കും അവിടെ ബഅദ സാലിക, അതിന് ശേഷം, അതിന് പുറമെ, എന്നിട്ടും, ബിദ്ദീൻ ദീനിൽ. അപ്പോൾ അതിന് ശേഷം അല്ലെങ്കിൽ എന്നിട്ടും എന്നുള്ള രൂപത്തിലൊക്കെയാണ് അതിനർത്ഥം വരിക. അപ്പോൾ അവിടെ ആ ഒരു ബഅദ സാലിക എന്ന് എഴുതിയ പോലെയാണ് അവിടെ, പക്ഷേ സാലിക അവിടെ എഴുതിയിട്ടില്ല. അത്തരം സന്ദർഭങ്ങളിൽ ബഅദു എന്നാണ് ചേർക്കുക. ഇനി ഈ രൂപത്തിലുള്ള ഒരു പദം വന്നു കഴിഞ്ഞാൽ, അതായത് മറ്റൊന്നിലേക്ക് ഇലാഫത്ത് ചെയ്തു ചേർത്തു, പക്ഷേ ആ ചേർത്ത് ഏതിലേക്കാണോ ചേർത്തത് അതിനെ അവിടുന്ന് ഒഴിവാക്കി, അങ്ങനെയുള്ള സന്ദർഭം വരുമ്പോൾ ബഅദു എന്നാണ് എഴുതുക എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ഒരു ബഅദു എന്ന് വന്നു കഴിഞ്ഞാൽ അതിന് മുമ്പ് പിന്നെ എന്ത് വന്നാലും, ഏതൊരു പദം വന്നാലും ഇതിന് മാറ്റം ഉണ്ടാവില്ല. ഇപ്പോൾ മിൻ വന്നു വരിക, മിൻ ബഅദു എന്ന് തന്നെയാണ് പറയുക, മിൻ ബഅദി എന്ന് പറയില്ല ഇത്തരം സന്ദർഭങ്ങളിൽ. ശരി, ഫമാ യുകസിബുക ബഅദു ബിദ്ദീൻ, ബി എന്നുള്ളത് ഹർഫ് ജറാണ്, ബിക്ക് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജറ് കിട്ടും, അതുകൊണ്ടാണ് ബിദ്ദീനി അവസാനത്തിൽ കസ്റിട്ട് എഴുതിയത്, ജറ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അലൈസല്ലാഹു ബി അഹ്കമിൽ ഹാക്കിമീൻ, ബി അഹ്കമി, ബി എന്നുള്ളത് ഹർഫ് ജറാണ്, അതിനുശേഷം വരുന്ന ഇസ്മുകൾക്ക് ജറ് കിട്ടും, അതുകൊണ്ടാണ് അഹ്കമി എന്നെഴുതിയത്, അവസാനത്തിൽ കസ്റിട്ട് എഴുതിയത്. ഇനി എന്തുകൊണ്ടാണ് ഹാക്കിമൂൻ എന്നെഴുതാതെ ഹാക്കിമീൻ എന്നെഴുതിയത്? ആ അഹ്കം എന്നുള്ള പദത്തെ ഹാക്കിമൂൻ എന്നുള്ള പദത്തിലേക്ക് ചേർത്തി. അപ്പോൾ ഹാക്കിമൂൻ എന്നുള്ള പദം മുദാഫിൻ ഇലൈഹിയാണ്, മുദാഫിൻ ഇലൈഹിക്ക് എപ്പോഴും ഇറാബ് ജറ് കിട്ടണം. അപ്പോൾ ഹാക്കിമൂൻ എന്ന് എഴുതാൻ പറ്റൂല, അത് റഫിൻ്റെ രൂപമാണ്, അതിനെ മാറ്റി ജറിൻ്റെ രൂപത്തിലേക്ക് മാറ്റി എഴുതി, അതാണ് ഹാക്കിമീൻ. ഹാക്കിമൂൻ എന്നുള്ളത് റഫിൻ്റെ രൂപം, ഹാക്കിമീൻ എന്നുള്ളത് ജറിൻ്റെയും നെസ്ബിൻ്റെയും രൂപം. അപ്പോൾ ഇവിടെ ജറിൻ്റെ രൂപമാണ് വരേണ്ടത്, അതുകൊണ്ടാണ് ഹാക്കിമീൻ എന്ന് മാറ്റി എഴുതിയത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സൂറത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.